ഹായ്. അപ്പോൾ ഇന്ന് നമ്മുടെ 4ാമത്തെ ദിവസമാണ് തായ്ലൻഡിലെ. അപ്പോൾ ഇന്ന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ജെംസ് ഗാലറിയിലാണ്. രാവിലെ 9 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഈ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാങ്കോക്കിലേക്ക് ചെല്ലും. ബാങ്കോക്കിൽ ഗോൾഡൻ ടെമ്പിൾ, ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ള ഗോൾഡൻ ടെമ്പിൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാങ്കോക്ക് ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീ ഈവനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. ഓക്കെ. തായ്ലൻഡിൽ വരുന്ന ഒരാൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്, ജെംസ് ഗാലറി. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജെംസുകൾ, രത്നങ്ങൾ, അങ്ങനത്തെ കല്ലുകൾ, സ്റ്റോൺസുകൾ, അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഇവർ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത് എന്നുള്ള വിശദമായിട്ടുള്ള ഒരു എന്താ പറയുക, പ്രതിമകളും രൂപങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഗുഹയ്ക്കകത്തോട്ട് അവർ കയറ്റി വിടുകയാണ്, ഒരു വണ്ടിക്കകത്ത്. അതിൽ നമ്മളിങ്ങനെ കാണിച്ചു തരും, ഇങ്ങനെ പലതരത്തിൽ ഇവരുണ്ടാക്കുന്ന പ്രോസസ്സുകൾ, ഇവരെങ്ങനെയാണിത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡായിട്ടും നല്ല ഭംഗിയാണിത് കണ്ടിരിക്കാൻ. ആക്ച്വലി ഇതിലിവിടെ വരാത്തവർക്ക് ഒരു വൻ നഷ്ടമാണെന്ന് വേണം പറയാനായിട്ട്. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മൾ ഫോണിലൊന്നും നമുക്കതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മളൊരു ട്രാവലിങ് പോലെയാണ്. നമ്മൾ ഈ വാട്ടർ തീം പാർക്കുകളിലൊക്കെ പോകുമ്പം നമ്മളൊരു ഈ മറ്റേ പേടിപ്പിക്കുന്ന സംഭവങ്ങളില്ലേ, അതിലേക്ക് ഇങ്ങനെ കയറ്റി വിടുന്ന പോലെ നമ്മളൊരു വണ്ടിക്ക് കയറ്റി വിടുന്നു. എന്നിട്ട് ഇവരിങ്ങനെ പ്രോസസ്സുകൾ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരുന്നു. ആ പോക്ക് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കുറേ സ്റ്റോണുകളൊക്കെ, പലതരത്തിലുള്ള സ്റ്റോണുകളൊക്കെ സൂക്ഷിച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇവരെങ്ങനെയാണ് സ്റ്റോൺ ഉണ്ടാക്കുന്ന ആൾക്കാർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിങ്ങനെ നടന്ന് കാണാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇവരുടെ ഒരു ജ്വല്ലറി കൈൻഡ് ഓഫ് ഒരു ഷോപ്പ് പോലെയാണ്. ആ ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങാം, ജെംസ് വാങ്ങാം. അപ്പം ഭയങ്കര രസമുള്ള ടൈപ്പ് ഓഫ് നെക്ലേസുകൾ, റിങ്സുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടുന്ന് ആക്ച്വലി നമുക്കിതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ വാങ്ങുന്നതിനെ പറ്റി ചിന്തിച്ചില്ല. നമ്മുടെ കയ്യിൽ ബാത്തും കുറവായിരുന്നു. പിന്നെ നമ്മൾ ചെറിയ എത്രയോ 1200 ബാത്തിന്, അതായത് അബൌട്ട് 3000 രൂപയ്ക്ക് ജെംസ് വാങ്ങി. അത് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ട് ആ ഒരു ജെംസ് വെച്ചിട്ട് നമുക്ക് മാലയോ നെക്ലേസിൻ്റെ ലോക്കറ്റ്, കമ്മൽ അങ്ങനെയൊക്കെ പണിയിക്കാൻ പറ്റും. അപ്പം നമ്മളതിവിടെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവർ ജ്വല്ലറിക്കാർ പറഞ്ഞു അടിപൊളി ജെംസ് ആണെന്ന്, ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ ചോദിച്ചു. അപ്പം ഇനി പോവുകയാണെങ്കിൽ അവിടെ നിന്ന് കുറച്ചുകൂടെ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇനി എപ്പോൾ പോകുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പം ഇനി പോകുന്നവർ അവിടുന്ന് ധൈര്യമായിട്ട് വാങ്ങിക്കും, നല്ല സാധനമാണ് കിട്ടുന്നത്. അമേരിക്കൻ ഡയമണ്ട് എന്നാണ് അവർ പറഞ്ഞത്, പക്ഷേ നല്ല ഡയമണ്ട്സാണ്. അത് കഴിഞ്ഞ് നമ്മൾ നല്ലൊരു മഴയൊക്കെ കണ്ടു കേട്ടോ. ഇനി തായ്ലൻഡിൽ പോയിട്ട് മഴ കണ്ടില്ലെന്ന് പറയണ്ട. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ ബാങ്കോക്കിലേക്ക് പോയി. അത് ഏകദേശം ഒരു 2 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോൾഡൻ ബുദ്ധേനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അവിടെ എന്താ വെച്ചാൽ അത്യാവശ്യം ആ ഒരു ബുദ്ധ ടെമ്പിൾ എന്നുള്ള രീതിയിൽ നമുക്കവിടെ കാണാനുണ്ടായിരുന്നു. കുറേ പ്രതിമകളും അവരുടെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും, ആ ഒരു പണിതേക്കുന്ന സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവരുടെ ആരാധനാലയത്തിൻ്റെ ഉള്ളിൽ അവിടെ ബുദ്ധൻ്റെ രൂപം അവിടെ വെച്ചിട്ടുണ്ട്. അതും നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രാൻഡ് പാലസിലേക്കാണ് പോയത്. ഇത് അവിടുത്തെ ഓട്ടോറിക്ഷയാട്ടോ, ഇനി അവർ ടുക് ടുക് എന്നാണ് പറയുന്നത്. അപ്പം ഗ്രാൻഡ് പാലസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഇറങ്ങി, ഒരു എസ്കലേറ്റർ പോലെ ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്തെത്തി. അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ കാണാനുണ്ടായിരുന്നു, എന്തൊക്കെയോ ടെക്സ്റ്റൈൽ മ്യൂസിയം, പിന്നെ എന്തോ ഷോയോ അങ്ങനെ എന്തോ. ആ ഷോ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. ഷോ തപ്പി ഏകദേശം ടൈം കഴിഞ്ഞു. നമുക്കറിയില്ലായിരുന്നു അത് കറക്റ്റ് ഏത് ടൈമിലാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഷോ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ സത്യം പറഞ്ഞാൽ നടന്ന് മടുത്തു. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇന്ന് നമ്മൾ തന്നെയായിരുന്നു ലഞ്ച് കഴിക്കേണ്ടത്. അപ്പം പക്ഷേ ലഞ്ച് കഴിക്കാൻ നമ്മൾ തന്നെയാണെങ്കിലും ലഞ്ച് കഴിക്കുന്ന ഒരു സ്റ്റോപ്പ് അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് നമുക്ക് ഫുഡ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ടയർഡായിരുന്നു. നല്ല ഒടുക്കത്തെ പൊരി വെയിലുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആക്ച്വലി എന്താ പറയുക,
ഒന്നും മര്യാദയ്ക്ക് ആസ്വദിക്കാനും പറ്റിയില്ല. പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയത് വേറെ ഏതോ ഒരു ഭാഗത്തായിരുന്നു. എന്നിട്ട് അവിടുന്ന് നമ്മൾ കയറിയ ഭാഗം ഏതാണെന്ന് കണ്ടുപിടിക്കാം, അവിടെയാണ് നമ്മുടെ ഡ്രൈവർ ഉള്ളത്. കയറിയ ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടി ചുറ്റും നടന്ന് അങ്ങനെയും കുറേ മടുത്തു. അപ്പം മൊത്തത്തിൽ മടുത്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇത് കഴിഞ്ഞ് നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കേട്ടോ. അവിടെ ആക്ച്വലി ഞങ്ങൾ കയറിയില്ല. 700 ബാത്ത് എന്താ വന്നു. ആ ബാത്തിന് ഞങ്ങൾ ചായ കാപ്പിയൊക്കെ മേടിച്ച് കുടിച്ച് നേരെ ഹോട്ടലിൽ പോയി അവിടെ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ മസാല ദോശ, പൂരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങി.